قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر كذلك سخرناها لكم لعلكم تشكرون. صدق الله العلي العظيم. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني والحمد لله. സയ്യിദിന മൗലാന മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ഭാവി ജീവിതം നയിക്കാനും സൃഷ്ടാവിന്റെ ഇംഗിതത്തിന് പാത്രീഭൂതരാകാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ പലതവണ നിർവഹിക്കുവാൻ അല്ലാഹു തആല ഈ വർഷം ഹജ്ജിന് പോയവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഹജ്ജ് എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു സംഗതിയാണ്. സുന്നത്തല്ല, നിർബന്ധമായ കാര്യമാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ നിർബന്ധമായ ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യാനുള്ളത്. ആ ഹജ്ജിന്റെ അകക്കാമ്പുകളെ പറ്റി, ഹജ്ജിന്റെ ആത്മാവിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. 5 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജിന്റെ വാജിബാത്തുകളെ പറ്റി ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രഥമമായി അനുഷ്ഠിക്കേണ്ട 5 സ്തംഭങ്ങളെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം പറയുന്ന സ്ഥലത്ത് ഹജ്ജിനെ പറ്റി പറയാൻ വേണ്ടി പ്രത്യേകമായ ഒരു അധ്യായം തന്നെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരാൻ. ഒരുപാട് വിഷയങ്ങള്, മാസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത അത്രയും വിഷയങ്ങള് ഗസാലി ഇമാമിന്റെ ഇഹ്യയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ മഹാനവറുകൾ പറയുന്നു 5 കാര്യങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 1, പ്രായപൂർത്തിയാകാന്നുള്ളത്. ഹജ്ജ് നിർബന്ധമാകുന്ന കാര്യം പ്രായപൂർത്തിയാവുക. പ്രായപൂർത്തിയാവാത്ത ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജ് നിർബന്ധമില്ല. അതേപോലെ തന്നെ മുസ്ലിം ആകുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ അമുസ്ലിം ആണെങ്കിൽ അവനെ ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല. മുസ്ലിമിനാണ്. ഒരാളിപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അതിന്റെ മുമ്പ് അയാൾ ഹജ്ജ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ ഖേദിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ആയാലാണ് അയാൾക്ക് നിർബന്ധമാകുന്നത്. അതേപോലെ തന്നെ ബുദ്ധിയുള്ളവനാവുക. മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ അൽ ഹയവാൻ നാത്തിഖ് എന്നാണ്. വിശേഷ ബുദ്ധിയുള്ള ഒരു ജീവിയാണല്ലോ മനുഷ്യൻ. അപ്പൊ ആ ബുദ്ധിയൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്തായി? സാധാരണ മൃഗമായി മനുഷ്യൻ.
ബുദ്ധിയാണ് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നത്, പ്രത്യേകിച്ച് വിശേഷ ബുദ്ധി. അപ്പൊ ബുദ്ധി അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ എന്തായി? അവന് ഹജ്ജ് ചെയ്യേണ്ട ബുദ്ധി വേണം. നാലാമത്, അവൻ സ്വതന്ത്രനായിരിക്കണം, അവൻ അടിമയാവരുത്. ഒരാളുടെ കീഴിലുള്ള അടിമയാണെങ്കിൽ അയാൾ പറയുന്നത് പോലെ കേൾക്കേണ്ടി വരും. അപ്പൊ ഹജ്ജിന് പോകാൻ അവന് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അടിമക്ക് നിർബന്ധമില്ല, സ്വതന്ത്രനായിരിക്കണം. അതുപോലെ അഞ്ചാമതായിട്ട് കഴിവുള്ളവനായിരിക്കണം. ഹജ്ജിനെ പറ്റിയിട്ട് നമ്മൾ കിതാബുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഹജ്ജിനെ പറ്റി പറയുമ്പോൾ മാത്രം കഴിവുള്ളവനായിരിക്കുക. അഞ്ചാമത്തെ കാര്യം, ഈ 5 കാര്യം ഓർത്തു വെക്കുക. 1 പ്രായപൂർത്തിയാവുക, 2 മുസ്ലിമാകുക, 3 ബുദ്ധിയുള്ളവനാകുക, 4 സ്വതന്ത്രനാവുക, 5 കഴിവുള്ളവനാകുക. കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. ഗസാലി ഇമാമ് ആ കഴിവിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1 ശാരീരികമായ ആരോഗ്യമാണ്. ശാരീരികമായ ആരോഗ്യം വേണം. ഇത് നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനം ഖബറിലേക്ക് പോകാറായി, സെഞ്ചുറി അടിക്കാറാവുമ്പോഴാണ് എല്ലാ ജീവിതത്തിലെ ആഗ്രഹമുണ്ടോ ഒക്കെ കഴിഞ്ഞ് മക്കളും മരുമക്കളും പേരമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിക്കഴിഞ്ഞ് അവസാനമാണ് നമ്മൾ തീരുമാനിക്കണം ഹജ്ജിന് പോകാൻ. ഹജ്ജിന് പോകേണ്ട ഫ്ലൈറ്റ് കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആൾ ആവശ്യമായി. പിന്നെ ഇയാൾക്ക് തവാഫ് ചെയ്യാൻ ആരോഗ്യം ഉണ്ടാകൂല, സഹി ചെയ്യാൻ ആരോഗ്യം ഉണ്ടാകൂല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തന്നിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് കഴിയുമെങ്കിൽ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് മുമ്പ് അവർക്ക് ആഫിയത്ത് ഉണ്ടാവൂല. അപ്പോ കഴിവെന്ന് പറഞ്ഞ ആരോഗ്യം ഉണ്ടായിരിക്കുക, ശാരീരികമായ ആരോഗ്യം ഉണ്ടായിരിക്കുക. ആഫിയത്ത് വലിയൊരു വിഷയമാണ്. അതാണല്ലോ സുബഹി നമസ്കാരത്തിൽ നമ്മളൊക്കെ ദ്വാരക്കാറുണ്ടല്ലോ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാ. അത് കഴിഞ്ഞ പിന്നെ പറയുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ റഹ്മാനേ, ആരോഗ്യം തരണേ റബ്ബേ. കാരണം ആരോഗ്യം വലിയ വിഷയമാണതുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിച്ച ഹദീസില് വാലിദായ വന്ന ദുആകളിലൊക്കെ കാണാം, اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. നമ്മൾ ദ്വാരക്കാറുണ്ട്. അതുപോലെ എത്രയോ ദുആകള് ഹബീബായ നബി തങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തത് കാണാം. അപ്പൊ ആഫിയത്ത് വലിയൊരു വിഷയമാണ്. ഹജ്ജിന് പോകുന്ന ആളുടെ കഴിവിൽ ഒന്നാമതായി പറഞ്ഞത് ശാരീരികമായ ആരോഗ്യമാണ്. ഒരാൾക്ക് ഒട്ടും പറ്റൂല. ഇപ്പൊ ശാരീരിക ചെറിയൊരു ശ്വാസം മുട്ടുണ്ട്, അതൊന്നും അതിന് കാരണമല്ല. അല്ലെങ്കിലോ ഇടക്ക് ചിലപ്പോ ഒരു നെഞ്ചുവേദന ഉണ്ടാവും, അതൊന്നും അതിനൊരു കാരണമല്ല. മറിച്ച് അയാൾക്ക് ഒട്ടും പറ്റൂല. ആ ഒരു അവസ്ഥയിലേക്ക് എത്താണെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. അത് അയാൾക്കുള്ള കഴിവ് കേടാണ്. രണ്ടാമത്, അയാൾ പോകുന്ന വഴിക്ക് ഒരു മഹാസമുദ്രമുണ്ട്. ആ സമുദ്രം കടന്നപ്പുറത്തേക്ക് പോകണം. അതിനുള്ള സംവിധാനങ്ങൾ നിന്നപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, കപ്പൽ സംവിധാനങ്ങളുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അയാൾക്ക് പോകുന്ന വഴി തടസ്സമാണ്. അയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അല്ലെങ്കിലോ അയാളുടെ ജീവനെയും ധനത്തെയും സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ശത്രുവുണ്ട്. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല, അയാളെ കൊന്നുകളയും. അങ്ങനത്തെ ഒരു അവസ്ഥ അയാൾക്കുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഭയപ്പെടുത്തുന്ന യാത്രയിൽ തടസ്സം അനുഭവപ്പെടുന്ന രൂപത്തിൽ അയാളുടെ സമ്പത്തിനും ജീവനും ഭയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കഴിവുകേടാണ്. ഇതിൽ നിന്ന് സുരക്ഷിതനായ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ബാധകമല്ല. കാരണം ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ ഇന്ന് അത്ര വലിയൊരു പ്രയാസമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നമുക്ക് ആ ഒരു അവസ്ഥ നൽകട്ടെ. പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വർഷത്തെ ഹജ്ജ്. പ്രൈവറ്റിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന എത്രയോ പൈസ, എല്ലാ അനുഗ്രഹങ്ങളും ആൾക്കാര്, പക്ഷെ പോകാൻ പറ്റിയില്ലല്ലോ. ഗവൺമെന്റില് കിട്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി അതുപോലെ ഒഴിവാക്കി പ്രൈവറ്റിൽ പോകാതിരുന്ന ആളുകള് പോകാൻ പറ്റാതിരുന്നവരുണ്ട്. അപ്പൊ ഇനിയുള്ള കാലങ്ങളൊക്കെ എങ്ങനെയെന്ന് റബ്ബിന് തന്നെ അറിയുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ എല്ലാം എളുപ്പാക്കി തരട്ടെ. അപ്പോ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് അയാളുടെ ജീവനും ധനത്തെയും സംബന്ധിച്ച് ഭയം നൽകുന്ന രൂപത്തിലുള്ള ശത്രുവോ അല്ലെങ്കിൽ വഴിയിലുള്ള തടസ്സങ്ങളോ ഒന്നുമില്ലാതിരിക്കുക. മൂന്നാമതായിട്ട് അയാളുടെ മുഴുവനും കടവും തീർത്ത്
പോയി വരുന്നത് വരെ തന്റെ കുടുംബങ്ങൾ, ആ കുടുംബത്തിന് ചെലവ് കൊടുക്കാനുള്ള ധനം അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഹജ്ജിന് ഒരാൾ പോവാണ്, പോയിട്ട് തിരിച്ചു വരുന്നത് വരെ കുടുംബത്തെ പട്ടിണിയിട്ടിട്ട് പോകാൻ ഇസ്ലാം പറയുന്നില്ല. അതവർക്ക് കൊടുക്കാനുള്ള ആ സമ്പത്ത് ധനം അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മളൊക്കെ കാരണം പറയുന്നത്. എനിക്ക് കടമുണ്ട് എന്ന് പറയും. കടമുണ്ടോന്ന് അതൊരു കാരണമല്ല. കാരണം കടം വീട്ടാനുള്ള മുതൽ അപ്പുറത്തുണ്ടാവും, അത് കൊടുക്കൂല. അതാ നാളെ വില കൂടാനുള്ള സ്ഥലം, ഹൈവേയുടെ സൈഡിലുള്ള സ്ഥലം, അതിനി വില കൂടും, അപ്പൊ പിന്നെ എങ്ങനെ ഹജ്ജിന് പോണ? നമ്മുടെ മുൻഗാമികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഉള്ള മുതൽ കൊടുത്തിട്ടായിരുന്നു അവര് ഹജ്ജിന് പോയിരുന്നത്. അപ്പോ ഹജ്ജിന്റെ കഴിവുകള് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 3 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ ഹജ്ജിന്റെ വാജിബാത്തുകള് 5 നമ്മൾ പറഞ്ഞു. അതിൽ അവസാനത്തെ കാര്യം കഴിവുള്ളവനാകുക എന്നുള്ളതാണ്. ആ കഴിവുകൾ 3 കാര്യങ്ങളാണ്. 3 നമ്മൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് സുന്നത്തല്ല, നിർബന്ധമായ സംഗതിയാണ്. ആലോചിച്ചു അതിന്റെ ഗൗരവം. അപ്പോ നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ എത്രമാത്രം ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും റബ്ബ് തആല ചോദിക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നിഅമത്തുകള് റബ്ബിന് വേണ്ടി ചെലവഴിച്ചതിനെ പറ്റി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നവരായി മാറുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഉടനീളം പറയുന്ന ഒരു പ്രയോഗമാണ് അഫലാ തശ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നില്ലേ? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടമാകുന്ന സമയത്ത് ഹജ്ജിന് പോകുന്ന ആളുകളെ പറ്റി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 4 വിഭാഗം ആളുകൾ ഉണ്ടാകുമെന്നാണ്. അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ അധികാരികളായ ആളുകൾ, ഭരണാധിപന്മാര്, അവര് ഉല്ലാസയാത്രക്ക് വേണ്ടിയിട്ട് ഹജ്ജിന് പോകും. ഉല്ലാസയാത്രക്ക് വേണ്ടി ഹജ്ജിന് പോകും, അല്ലെ? കേവലം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസയാത്ര, ഒരു ടൂറ്. മക്കത്ത് പോവുക, മക്കത്ത് പോയിട്ട് അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കാണാം, മെട്രോയിൽ പോവുക, എന്നിട്ട് കാഴ്ചകൾ കാണാം, മദീനത്തെ ബിൽഡിങ്ങുകളും അതുപോലെ അവിടെയുള്ള കാണാനുള്ള വസ്തുക്കളൊക്കെ കാണാം. എല്ലാം ഇപ്പൊ ടൂറായി മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജബലന്നൂർ കയറാന്ന് പറഞ്ഞ വലിയൊരു പ്രയാസമായിരുന്നു. ഇപ്പൊ അവിടെ റോപ്പ് വരാൻ പോവാണ്. വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജബലന്നൂർ ഇങ്ങനെ കയറുമ്പോൾ വളരെ പ്രയാസത്തോടുകൂടി അതിന് സമാന്തരമായിട്ട് വാഹനം വരെ കയറാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, സൗറിൽ ചെല്ലുമ്പോഴും അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പണ്ട് ചെങ്കുത്തായ മലമടക്കുകളും കയറണമെങ്കിൽ എത്രയോ പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഒരു ടൂറിസം രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടങ്ങളിൽ ഭരണാധിപന്മാർ ഉല്ലാസയാത്രക്ക് വേണ്ടി ഹജ്ജിന് പോകും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന്റെ ബാബില് രേഖപ്പെടുത്തുകയാണ് ഈ ഹദീസ്. രണ്ടാമതായിട്ട് ധനവാന്മാരായ ആളുകൾ കച്ചവടത്തിന് വേണ്ടി പോകും. പലരും കച്ചവടമാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞ ഹജ്ജുംറ എന്ന് പറഞ്ഞ കച്ചവടമായിട്ട് മാറി. സേവനമൊക്കെ മാറിപ്പോയി. സേവനം ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ അധികവും കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ഹജ്ജുംറയ്ക്ക്. ഇന്ന് പലർക്കും ഇത്തവണ പല ആൾക്കാർക്കും പണി കിട്ടി. ദുനിയാവ് വേണം, സമ്പത്ത് വേണം, കച്ചവടം ചെയ്യണം. പക്ഷെ എല്ലാം ആത്മീയത അത് കച്ചവടവൽക്കരിക്കപ്പെടുമ്പോ ഇതുപോലെ ചിലപ്പോൾ അല്ലാഹു തആല പണിയും തരും. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധനവാന്മാരായ ആളുകൾ കച്ചവടത്തിന് വേണ്ടി ഹജ്ജിന് പോകും. അവസാന കാലഘട്ടം വരുമ്പോ ഹജ്ജിന് പോകുന്നു. എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നിട്ടോ ഉംറക്ക് പോകുന്നു. ഉംറക്ക് പോയിട്ട് സ്വർണ്ണക്കടത്ത്, ഉംറക്ക് പോയിട്ട് സ്വർണ്ണക്കടത്ത്. അതിന് പണ്ഡിത വേഷധാരികളുണ്ട്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അള്ളാഹുവിന്റെ മാത്ത ഇൽമു പഠിച്ച അറിവുള്ള ആളുകൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടുപോകുന്നു എന്നുള്ളത് വളരെയധികം ജുഗുപ്സാവഹമായ ഒരു കാര്യമാണ്. ഹജ്ജിന് ഉംറ അത് കച്ചവടമായിട്ട് മാറും. പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ എന്റെ കൂടെ ഒരാൾ ഉംറക്ക് വേണ്ടി വന്നു. സ്ഥലം എന്ന് പറയുന്നത് അടുത്ത സ്ഥലത്താണ്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയമായപ്പോ ഇയാളെ കാണുന്നില്ല. അങ്ങനെ കാണാതെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ ആൾക്കാരും
റൂമിൽ ചെന്നുകൊണ്ട് അന്വേഷിച്ചു. അവർക്കൊക്കെ ലഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചു, എത്ര കിലോ ഉണ്ടെന്ന്. എന്നിട്ട് എല്ലാവരുടെ ബാഗിലും കച്ചവടത്തിനുള്ള സാധനങ്ങൾ മുഴുവൻ കയറ്റി. അപ്പൊ ഇദ്ദേഹം ഹജ്ജിന് വന്നേക്കണം, ഉംറക്ക് വന്നത് തന്നെ ഈ നിയ്യത്തോട് കൂടിയിട്ടാ കച്ചവടം ഉഷാറാക്കണം. അപ്പൊ അവിടെ വില കുറവുണ്ട്, സാധനം വെറൈറ്റി സാധനങ്ങളുണ്ട്, അത് കൊണ്ടുവരാം. ഈ രൂപത്തിലുള്ള ഹജ്ജും ഉംറയുമായി മാറും അവസാന കാലഘട്ടം. അപ്പൊ ധനവാന്മാരായ ആളുകൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് പോവുക. മൂന്നാമത് ദരിദ്രന്മാരായ ആളുകൾ യാചനക്ക് വേണ്ടി ഹജ്ജിന് പോകും. സയ്യിദുനാ റസൂലുള്ളാഹ് പരിശുദ്ധമായ സഫായുടെയും മർവായുടെയും ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ, മർവയുടെ വാതിലൂടെയാണ് കൂടുതലായി കാണാറുള്ളത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫീ സബീലില്ലാഹ്, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് യാചന നടത്താം. ഈ യാചന നടത്തുന്ന ആളുകൾ പിടിച്ചുപറി നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. പറഞ്ഞു, പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് യാചനക്ക് വേണ്ടിയിട്ട് പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലേക്ക് ഹജ്ജിനും ഉംറക്കും ആളുകൾ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ വിഷയം അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നാലാമത്തെ വിഷയം, ഒന്നാമത് പറഞ്ഞു അധികാരികൾ ഉല്ലാസയാത്രക്ക്, രണ്ടാമത് ധനവന്മാരായ ആളുകൾ കച്ചവടത്തിന് വേണ്ടി, മൂന്നാമത് ദരിദ്രന്മാർ യാചനക്ക് വേണ്ടി, നാലാമത് ഭക്തന്മാരായ ആളുകൾ പ്രശസ്തിക്ക് വേണ്ടി, ആബിദീങ്ങളായ ആളുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്, അവര് നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, നല്ല തഖ്വയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ മനുഷ്യന്മാര് യഥാർത്ഥത്തിൽ ഹജ്ജിന് വരുമ്പോ പ്രശംസ, പിശാച് മനുഷ്യനെ പിടികൂടുന്ന ഒരു കാര്യമാണല്ലോ. ബഹുമാനപ്പെട്ട ഇമാം സൈദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കിതാബുണ്ട്, തൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ട്, ഇബ്ലീസിന്റെ ചതിക്കുഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം. അതിൽ കാണാം ഓരോ മനുഷ്യനും എങ്ങനെയാണോ അവന്റെ ന്യൂനത, ആ ന്യൂനതക്ക് അനുസൃതമായിട്ടാണ് പിശാച് അവനെ പിടികൂടുക. അതിൽ ആബിദീങ്ങളായ ആളുകൾ അല്ലാഹുവിന് വേണ്ടി എപ്പോഴും നിസ്കരിക്കും, നോമ്പ് നോക്കും, അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ എന്ത് ചെയ്യും? പിശാച് ഇട്ട് കൊടുക്കും, ഞാൻ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു ലോകമാന്യം അവന്റെ ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പൊ പിന്നെ അവരെ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണട്ടെ, ഞാൻ ആജിയാണെന്ന് കാണട്ടെ, ഞാൻ വലിയ നിസ്കാരക്കാരൻ, അങ്ങനെയുള്ള ചില ആൾക്കാർ നിസ്കരിക്കുമ്പോ ഭയങ്കര ഉറക്കെ ഖുർആനൊക്കെ കൊണ്ട് ഓതി. ചിലപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിലൊക്കെ വന്നിട്ട് അൽബക്കറയൊക്കെ ഓതണതാണ്. മഗ്‌രിബ് നിസ്കാരത്തിൽ വന്നിട്ട് അൽബക്കറയൊക്കെ ഓതണതാണ്. ഒരു പേജ് 2 പേജൊക്കെ മഗ്‌രിബിന് ഓതിയിട്ട് ഞാൻ വലിയ ഹിഫ്ളുള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇവന്റെ നിസ്കാരം പോയി, ഇവന്റെ എല്ലാം പോയില്ലേ. ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ പ്രശംസ തോന്നിയോ? തീർന്നു സഹോദരങ്ങളെ, ലക്ഷങ്ങൾ വെറുതെ പോവുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 4 വിഭാഗം ആളുകള്, മനസ്സിലായോ? അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഹജ്ജിന്റെ വാജിബാത്ത് പറഞ്ഞു, ഹജ്ജിനുള്ള കഴിവുകളെ പറ്റി പറഞ്ഞു, അതുപോലെ അവസാന കാലഘട്ടത്തിലെ 4 വിഭാഗത്തിന്റെ ഹജ്ജിനെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കുക. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് നമ്മൾ നന്നാക്കി അല്ലാഹുവിന് വേണ്ടിയുള്ളത് നിയ്യത്താക്കിയിട്ട് നമ്മൾ മാറ്റുക. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ മാസം പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ്. ഇത് വെറുതെ പറയുകയല്ല. മഹാന്മാരായ ഇമാമിയങ്ങൾ, മുജ്തഹിദുകളായ പണ്ഡിതന്മാര് അതിനെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് കടന്നു വരുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അതുപോലെ തന്നെ ഇമാം മഹ്ദി കടന്നു വരുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അതുപോലെ ദജ്ജാലിന്റെ ഭരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് 40, അവിടെയും 40 അതുപോലെ ബൈനൻ നഫഖത്തൈനി 40. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ് സമാവാതി വൽ അർദ്. ശുദ്ധമായ ഖുർആനിലൂടെ സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു സുമ്മ നുഫിഖ ഫീഹി ഉഖറ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. ഈ 2 ഊത്തിന്റെയും ഇടയിലുള്ള സമയം അത് 40. അതിൽ ഇമാമിങ്ങൾക്ക് സംശയം 40 മണിക്കൂറാണോ, 40 ദിവസമാണോ, 40 വർഷമാണോ എന്നതിനെ പറ്റി മാത്രമാണ് തർക്കമുള്ളത്. അപ്പൊ 40 എന്ന് പറയുന്ന സംഖ്യക്ക് ഇസ്ലാമിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഖബറിൽ ഒരാൾ എടുത്തു വെച്ചാൽ മലക്കുകളുടെ ചോദ്യം അത് 40 ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ 40 ആചരിക്കുന്നത്. അതുപോലെ പ്രസവിച്ചാൽ ആ പ്രസവിച്ച സ്ത്രീയുടെ രക്തം മുറിയുന്നത്
40-നാണ്. അതുകൊണ്ടാണ് നമ്മൾ 40 കുളി എന്നൊക്കെ പറഞ്ഞിട്ട് 40 എന്ന് പറയും. 40 കുളി എന്ന് പറയുന്നത് അതിനാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ 40-ന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ പൂർത്തീകരിക്കപ്പെടുന്നത് ആ റമദാന്റെ 30 നോമ്പ് അത് കഴിഞ്ഞുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ 10 ദിവസങ്ങളെ കൊണ്ടാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ശ്രേഷ്ഠതയാണ് ആ ദിവസങ്ങൾക്ക് വച്ചിട്ടുള്ളത്. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ അയ്യാമിൽ അമലി സ്വാലിഹ് ഫീഹിന്ന അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നതിന് ഏറ്റവും ശ്രേഷ്ഠത വച്ചിട്ടുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 5 ദിവസങ്ങൾ, 5 രാത്രികൾ. ആ 5 രാത്രികൾ ഒരാള് ഹയാത്താക്കി കഴിഞ്ഞാൽ മൻ അഹബ്ബ ലയാലി അൽ ഖംസ് വജബത് ലഹുൽ ജന്ന. 5 രാത്രികൾ ഒരാൾ ഹയാത്താക്കി ആ 5 രാത്രികൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന്. അതിൽ ഒരു ദിവസം യൗമു തർവിയ, ദുൽഹിജ്ജയിലെ 8ാമത്തെ ആ തർവിയത്തിന്റെ ആ രാവ്, ദുൽഹിജ്ജ 8ാമത്തെ രാവ്. അതേപോലെ തന്നെ അറഫയുടെ രാവ് 9ാമത്തെ രാവ്, ദുൽഹിജ്ജയിലെ 9ന്റെ. അതേപോലെ തന്നെ ഈദുൽ അദ്ഹയുടെ 10ാമത്തെ രാവ്, പിന്നെ ഈദുൽ ഫിത്ർ, അതുപോലെ തന്നെ ബറാഅത്തിന്റെ രാവ്, ശഅബാൻ 15ന്റെ രാവ്. ഈ 5 രാവിലെ 3 രാവ് വരുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. അതിന്റെ ശ്രേഷ്ഠത എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം, ഈ ദിവസങ്ങളിലൊക്കെ ഒരാൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി, നോമ്പ് നോറ്റ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലം 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. എന്നാലോ അറഫ ദിനത്തിൽ 2 വർഷം. ആലോചിച്ച് നോക്കൂ എത്ര ശ്രേഷ്ഠതയാണ്. ആ മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പൊറുപ്പിക്കപ്പെടുന്നതാണ്. ആ ദിവസങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ കൂടുതലായി ചൊല്ലാനാണ്. റമദാൻ മാസത്തിൽ ഖുർആൻ ഓതുക. അതേ സമയത്ത് ദുൽഹിജ്ജ മാസമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നബിതങ്ങൾ പറഞ്ഞു, അർബഉൽ കലിമാത്തിൻ അഫ്ളലു മിൻ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. ഏറ്റവും കൂടുതൽ ചെല്ലുക. അത് ചെല്ലിയാലുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിയോ? ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. അപ്പൊ ഹജ്ജിന് പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം. അപ്പൊ നമ്മൾ ചിന്തിക്കും, പഠിച്ചോലെ അപ്പൊ പിന്നെ സുഖമുള്ള ഹജ്ജിന് പോകണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലിയാൽ മതിയെന്ന്. ഹജ്ജ് നിർബന്ധമായ ആളാണെങ്കിൽ അയാൾ ഹജ്ജിന് പോകന്നെ വേണം. അപ്പോ ഒരാൾ കിടക്കുന്ന സമയത്ത് ഇഖ്ലാസ് സൂറത്ത് ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ്. അപ്പൊ അതും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകൾ കൂടുതലായി പതിവാക്കുക. അതേപോലെ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെരുന്നാൾ സുദിനം കടന്നു വരുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്ന് പറയുന്നത് ബലിയെറുക്കുക എന്നുള്ളതാണ്. മഹാന്മാരായ സഹാബത്ത് 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത്. ഒന്ന്, ബലിമൃഗത്തിന് വേണ്ടിയിട്ട്. ബലിമൃഗം അത് അക്കീക്കയായാലും എന്താണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കാൻ. അതുപോലെ തന്നെ ഉദ്ഹിയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള മൃഗങ്ങളെ ആയിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അതേപോലെ തന്നെ അടിമകളെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് അവര് പൈസ ചെലവഴിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കുബുത്ത് ഒട്ടകത്തെ ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരാൻ ഏറ്റവും വിലപിടിച്ചൊരു ഒട്ടകമായിരുന്നു അത്. അതിന്റെ വഴിയിൽ വെച്ചിട്ട് ഒരാൾ പറഞ്ഞു, 300 ദീനാറ് ഞാൻ തരാന്ന് പറഞ്ഞു. 300 ദീനാറ് ആ ഒട്ടകത്തിന് തരാം, അതും ഇങ്ങോട്ട് തരും. നമ്മളാണെങ്കിലോ
നമ്മൾ അതുമേ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെയാണല്ലോ. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിലും അഴിമതി നടത്തുന്ന ആളുകളുണ്ട്, അതിലും ആൾക്കാരെ പറ്റിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകി തീർക്കാനാണ് സഹോദരങ്ങളെ? നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉദ്ഹിയ്യത്തിന്റെ മൃഗം അത് നുണ പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ നിസ്കാരവും നോക്കുള്ളവര്, അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് 300 ദീനാർ തരാമെന്ന് പറഞ്ഞു. അഥവാ 30 ഒട്ടകത്തിന്റെ വിലയാണ് ഈ ഒരൊറ്റ ഒട്ടകത്തിന്. അത്രയും സുന്ദരനായ ഒരു ഒട്ടകമായിരുന്നു. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഒട്ടകത്തിന്റെ 30 ഒട്ടകത്തിന്റെ വില തരാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൊടുത്തിട്ട് 30 ഒട്ടകത്തെ വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കട്ടെയോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, ഏറ്റവും മൂല്യമുള്ള മൃഗമല്ലേ അത്, അതിനെ തന്നെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്. അപ്പൊ ഏറ്റവും വിലയുള്ളതിനെ തന്നെ കൊണ്ടുവന്നിട്ട് ന്യൂനതയില്ലാത്ത ഏറ്റവും നല്ലതിനെ തന്നെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്. അതേപോലെ നമ്മുടെ ഇടയിൽ ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട്. നമ്മളൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കും, പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് മാത്രം കൂലി കിട്ടിയാൽ മതിയോ? സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഒരു കൊല്ലം ഒരു മൃഗത്തെ കിട്ടി, പിറ്റത്തെ കൊല്ലം ഒരു 3 ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടും എന്നാലും നമ്മുടെ ഭാര്യമാർക്ക് കൊണ്ട് നമ്മൾ ഉദ്ഹിയ്യത്ത് അർപ്പിക്കൂല. പലർക്കും ഉള്ള സംശയമാണ്, ഉദ്ഹിയ്യത്ത് പെണ്ണുങ്ങളെ കൊണ്ട് പറ്റുമോ? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, യാ ഫാത്തിമ ഖുമി ഉദ്ഹിയ്യത്തകി, ഫാത്തിമ നീ ഉദ്ഹിയ്യത്ത് അറുക്കണേ. ആരാണ്? ഹബീബായ തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നുണ്ട്. എന്നിട്ടും മകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഫാത്തിമ ഖുമി ഉദ്ഹിയ്യതകി ഫശ്ഹദീഹാ ഫഇന്ന ലകി ബിഅവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അയ്യഗ്ഫിറ ലക മാ സലഫ മിൻ ദുനൂബിക വദമുഹാ തുളഉ ഫീ. മഹാനായ നബി തങ്ങൾ പറയുന്നു, തുളഉ ഫീ മീസാനികി 70 ളഅഫാ. ഫാത്തിമ, നീ ഉദ്ഹിയ്യത്തിന് അറുക്കണേ ഫാത്തിമ. കാരണം നാളെ പരലോകത്ത് വരുന്ന സമയത്ത് നിന്റെ മീസാൻ എന്ന തുലാസിൽ വെച്ചുകൊണ്ട് തൂക്കുമ്പോ മിൻ ദമിഹാ അയ്യഗ്ഫിറ ലക മാ സലഫ മിൻ ദുനൂബികി, നിന്റെ ദോഷങ്ങളെല്ലാം അത് പ്രവർത്തിക്കപ്പെടുന്നതാണ് ഫാത്തിമ. വദമുഹാ തുളഉ ഫീ മീസാനികി 70 ളഅഫാ, 70 ഇരട്ടിയായിട്ട് അത് അവിടെ വരുന്നതാണെന്ന് ഫാത്തിമ ബിവിയോട് പറയുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അവ്വലു ഖത്റത്തിൻ മിൻ ദമിൽ ഉദ്ഹിയ്യതി കഫാറത്തുൻ ലിഅർബഅതി ആലാഫിൽ ഖത്ഈആ. ഫാത്തിമ, നിന്റെ ഒരു തുള്ളി രക്തമുണ്ടല്ലോ, നിന്റെ 4000 ദോഷം പൊറുക്കല്ലേ. അർബഅതി ആലാഫിൽ ഖത്ഈആ, നിന്റെ 4000 ദോഷങ്ങളെ പൊറുപ്പിക്കാൻ ഉതകുന്നതാണ് ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ ഒരു തുള്ളി രക്തമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയാണ്. അപ്പൊ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അതിന്റെ ഗൗരവം. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, നബിയേ അന്നലഹ ഖാസ്വത അഹ്ലുൽ ബൈത്ത്, നബിയേ ഇത് അഹ്ലുൽ ബൈത്തിന് മാത്രം പ്രത്യേകമാണോ? ഞങ്ങൾ നബി തങ്ങളുടെ കുടുംബാണല്ലോ, അഹ്ലുൽ ബൈത്തിന് മാത്രം ഇത് പ്രത്യേകത ആയിട്ടുള്ളതാണോ? അപ്പോ നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുതലെടുപ്പ് എടുത്തു നമ്മൾ പറയും, അത് റസൂലുള്ള ഭാര്യമാരോടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി ചോദിച്ചത് നന്നായി. ആയിഷ ബീവിയോട് അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല ആയിഷ, ഔലനാ വലിൽ മുസ്ലിമീൻ, ലോകത്തുള്ള വരാനിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഇത് ബാധകമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ള സഹോദരിമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, അവർക്കും സ്വർഗത്തിൽ പോണ്ടേ? സംഭവം നമ്മൾ അർത്ഥം കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ബാധ്യത എന്നൊക്കെ ഒഴിവാകും, പക്ഷെ അവർക്കും കൂലിയിട്ടുണ്ടേ സഹോദരങ്ങളെ. അപ്പോ അവരെ കൊണ്ടും നമ്മള് ഇതിൽ ഷെയർ കൂടിപ്പിക്കുക. വലിയ സംഖ്യ ഒന്നുമില്ലല്ലോ. ഇതിപ്പോ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ബിസിനസ് നടത്തുക, എല്ലാവരെയും ഇഷ്ടംപോലെ കാശുണ്ട്, എല്ലാവരെയും ഇഷ്ടംപോലെ കാശിന് ഒരു കുറവുമില്ല. പെണ്ണുങ്ങളാണ് ഇപ്പൊ കൂടുതൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ പറ്റിക്കുന്നത്.
എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ പെണ്ണുങ്ങളൊക്കെ പൈസ ഉണ്ട്, ഇതിന് മാത്രം പൈസ ഇല്ല, ഹജ്ജിന് പോകാനും ഉണ്ടാവൂല, സക്കാത്ത് കൊടുക്കാനും ഉണ്ടാവൂല, ഉദിയത്ത് ഇറക്കാനും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരെയും കൂടെ നിരത്തി എന്ത് ചെയ്യണം, നമ്മളിത് ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ ഹദീസ് പറഞ്ഞത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പൊ ഇത് വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എടുത്തു വെച്ച അക്കൗണ്ടിൽ ഇങ്ങനെ കാശുണ്ടാവുമല്ലോ, അതിൽ നിർത്തിട്ട് ഉദിയത്ത് ഇറക്കാനുള്ള സംവിധാനം ചെയ്യുക. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി പറയാനുള്ള സൂറത്ത് ഹജ്ജില് അല്ലാഹു തആല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, സമയം കുറവാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച ഹജ്ജ് ഇതുമായി ഉദ്ഹിയ്യത്തിന്റെ മസലകൾ പല ആളുകളും ചില നിയ്യത്ത് പോലും വെക്കാതാണ് ഉദ്ഹിയ്യത്ത് ഇറക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ് നമ്മളൊക്കെ നാടുകളിൽ നടക്കുന്നതെന്നറിയോ? അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നടത്താം. എന്ത് കാര്യമാണ് ബോധവൽക്കരണം നമ്മൾ നടത്താം. കല്യാണത്തിന്റെ ആഭാസങ്ങളെ പറ്റി നമ്മൾ പറയാം. അതുപോലെ തന്നെ മഹാന്മാരുടെ നേർച്ചയുടെ പേരിൽ നടക്കുന്ന തോന്നിയാസനെ പറ്റി നമ്മൾ പറയാം. പിന്നെ നടത്തുന്നവര് അവര് വെല്ലുവിളിച്ച് നടത്താണ്. ഇപ്പൊ കൊണ്ടോട്ടി നേർച്ചാന്ന് പറഞ്ഞിട്ട് തോന്നിയാസം നടക്കാണ്. ഇതുപോലെ പലയിടത്തും പലതും നടക്കുന്നുണ്ട്. നടത്തുന്നവർ നടത്തിക്കൊണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റുക, അതാണ് നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അല്ലാതെ എല്ലാവരെയും കൊണ്ട് നന്നാക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഉദ്ഹിയ്യത്തിന്റെ മസ്അലകളെ പറ്റിയാണ് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഹജ്ജിന്റെ വാജിബാത്തുകൾ പറഞ്ഞു, കഴിവിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം മനസ്സിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വർഷം ആ പുണ്യഭൂമിയിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്നാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും റാഹത്തായിട്ട് ഹജ്ജും ഉംറ സിയാറത്തുകളൊക്കെ നടത്താൻ അല്ലാഹു തൗഫീഖ്